ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹെയർ ഓയിലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എണ്ണ കാച്ചാതെയാണ് ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും താരൻ മാറാനും മുടി വളർച്ച കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ നമ്മൾ മെയിനായിട്ടും എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കാൽപ്പും മുടിയൊക്കെ നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന് പകരമായിട്ട് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് നാളത്തേക്കുള്ളത് ഒന്നിച്ചുണ്ടാക്കി വെക്കേണ്ട, നമുക്ക് 1-2 മാസമൊക്കെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടുള്ള ബാച്ച് പിന്നെ ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉടനെ യൂസ് ചെയ്യാൻ പാടില്ല. ഉണ്ടാക്കിയിട്ട് ഒരു 7 ദിവസമെങ്കിലും ഇതിങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പം മാത്രമേ നമുക്ക് ഇതിൻ്റെ ഗുണം കൂടുതലായിട്ട് കിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാച്ചാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഗുണം കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 7 ദിവസം ഇതിങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാച്ചാതെ എണ്ണ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എനിക്ക് 1 മാസമൊക്കെ യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെളിച്ചെണ്ണയും കൂടെ വേറൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിന് മുകളിലായിട്ട് ഈ ഒരു പാത്രം കൂടെ എണ്ണയുടെ പാത്രം കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ ചൂട് കൊണ്ടാണ് നമ്മുടെ ഈ എണ്ണ റെഡി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇത് ഓൺ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗ്യാസിൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്, അടുപ്പിൽ വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇതാണ് റോസ്മേരി. ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലായിടത്തും കാണുന്നതായിരിക്കും റോസ്മേരി നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത്രയും നല്ലതാണ്. മുടിയൊക്കെ കൊഴിഞ്ഞ് നെറ്റി കയറിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് റോസ്മേരി. പുതിയ മുടികൾ വളർന്നു വരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ അളവിലൊക്കെ റോസ്മേരി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റോസ്മേരി മിക്സിയിലിട്ടൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം, എന്നിട്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ്. ഇത് പിന്നെ ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരി അല്ല കേട്ടോ, ഉണക്കിയെടുത്തിട്ടുള്ള റോസ്മേരിയാണ്. ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരിയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ എണ്ണ പെട്ടെന്ന് കേടായിപ്പോവും. നമ്മൾ എണ്ണ കാച്ചാത്തത് കൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഈ രീതിക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ റോസ്മേരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്താലും മതി. അപ്പോൾ അടുത്തതായിട്ട് ഞാനിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഉലുവയും കുറച്ച് കുരുമുളകുമാണ്. ഇപ്പോൾ നീരിറക്കത്തിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഉലുവയും കുരുമുളകും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മളിതൊരു 10 മിനിറ്റ് നേരത്തേക്കാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. എണ്ണയൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്, എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഇത്ര പണിയുള്ളൂ, ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ഇനി റോസ്മേരിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. റോസ്മേരി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ തലയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും അതുവഴി നമ്മുടെ മുടി വളർച്ച കൂട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതുവഴി നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്.
നമുക്ക് പ്രായമാകുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ചേഞ്ചസ് കൊണ്ടും നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യമൊക്കെ മോശമായിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു റോസ്മേരി നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഏതാണ്ട് ഒരു 90% മുടി കൊഴിച്ചിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. പുതിയ മുടികൾ വളർന്നു വരാനും ഒക്കെ ഇത് സഹായിക്കും. ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പിൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള മുടി വളർച്ചയും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ റോസ്മേരിയിൽ അടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടാനും നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തി ആക്കിയിട്ട് വെക്കാനും താരൻ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പം നമ്മുടെ റോസ്മേരിയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു എണ്ണ സ്റ്റോർ ചെയ്തിട്ട് വയ്ക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത്. ഈ ഒരു എണ്ണ ഉണ്ടാക്കിയിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ട് നമ്മൾ ഒരു 7 ദിവസം അനക്കാതെ വെക്കണം. 7 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു എണ്ണ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. കുപ്പിയിലാക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണ കുറേ ഉണ്ടാക്കി വെക്കേണ്ട, 1-2 മാസത്തിനേക്കുള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഉലുവ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ എണ്ണ കാച്ചി എടുക്കുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു കൊഴുപ്പ് പോലെ വരും, എണ്ണ ജസ്റ്റ് ഒന്ന് ഒരു കൊഴുപ്പായിട്ട് വരും. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറഞ്ഞ അളവിൽ നമ്മൾ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഈ കൊഴുപ്പ് വരില്ല. കുറേ ദിവസം ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് കുറേ നാളത്തേക്ക് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഒരു 7 ദിവസം അനക്കാതെ ഒരു മൂലയ്ക്ക് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്ത് തുടങ്ങാം. എണ്ണയിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ എടുത്ത് കളയരുത്. നമ്മൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ തന്നെ തേച്ച് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ എണ്ണ എടുക്കുക, നിങ്ങളുടെ സ്കാൽപ്പിലും നിങ്ങളുടെ മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. 1-2 മിനിറ്റ് ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മുടി ജസ്റ്റ് ഒന്ന് കെട്ടി വയ്ക്കുക. അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ആണുങ്ങൾക്കും ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യാം. 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. 1/2 മണിക്കൂറിന് ശേഷം ഇത് കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയുക. പിന്നെ ഷാമ്പു യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഹെയർ ഓയിൽ തന്നെ തേച്ച് കൊടുക്കുക. 1/2 മണിക്കൂർ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടിയിൽ നല്ല ചേഞ്ച് തന്നെ കാണാൻ പറ്റും. മുടിയൊക്കെ കൊഴിഞ്ഞു പോയി നെറ്റിയൊക്കെ കയറിയ ഭാഗത്ത് പുതിയ മുടികളൊക്കെ വളർന്നു വരുന്നതും മുടി കൊഴിച്ചിൽ കുറയുന്നതും താരൻ മാറുന്നതൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാച്ചാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്